എന്തിന്റെ വിശേഷം? എല്ലാവർക്കും സുഖം തന്നെയെന്ന് വിശ്വസിക്കുന്നു. ഞങ്ങളിവിടെ സുഖമായിരിക്കുന്നു. ഞങ്ങൾ വീണ്ടും വന്നിട്ടുണ്ട് നമ്മുടെ ചാലഞ്ചിന്റെ റിസൾട്ട് അനൗൺസ് ചെയ്യാൻ. അപ്പൊ ചേട്ടാ, ഇന്നത്തെ വീഡിയോ ഇന്നത്തെ ചാലഞ്ച് എന്തിന്റെയാണ്? അതെന്താ അങ്ങനെ? അപ്പൊ ഇന്ന് നമ്മള് ഇൻസ്പയറിംഗ് ആയിട്ടുള്ള വീഡിയോസിന്റെ കാറ്റഗറിയാണ് സെലക്ട് ചെയ്തിരിക്കുന്നത്. അതില് ആരാണ് വിന്നർ എന്നുള്ളതാണ് പറയാൻ പോകുന്നത്. നമ്മുടെ ഇൻസ്പയറിംഗ് കാറ്റഗറിയിൽ ഞങ്ങൾ ചൂസ് ചെയ്തിട്ടുള്ളത് സുധാ സുശീല എന്ന് പറഞ്ഞ ചേച്ചീനെയാണ്. അപ്പോൾ ഒരുപാട് പേരും കണ്ടിട്ടില്ല വീഡിയോ, ചേച്ചി ഇട്ടുള്ള വീഡിയോ. അപ്പോൾ ചേച്ചീനെ എനിക്ക് ഇത് വീഡിയോ ഇടുന്നതിനേക്കാളും മുൻപ് പ്രാവശ്യം ഞാൻ കണ്ടിട്ടുണ്ട്. അതെങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ വിനാസ്കറി വെള്ളിന്റെ ഒരു ഗെറ്റ് ടുഗദർ ഉണ്ടായിരുന്നില്ല, മീറ്റപ്പ് ഉണ്ടായിരുന്നില്ലേ ദുബായിൽ വെച്ചിട്ട്. അവിടെ എന്നെ കാണാൻ വേണ്ടി ചേച്ചി വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഒരുമിച്ച് ഫോട്ടോ ഒക്കെ എടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ എനിക്ക് ഓർമ്മയുണ്ട്, പക്ഷെ വീഡിയോ ഇട്ടപ്പോൾ വീഡിയോന്റെ കൂട്ടത്തിൽ കൂടെ ചേച്ചി ആ ഫോട്ടോ കൂടി ഇട്ടപ്പോഴാണ് എനിക്ക് കുറച്ചും കൂടെ വ്യക്തമായി ഓർമ്മ വന്നത്. ചേച്ചിക്കാണ് ഇന്നത്തെ പ്രൈസ്, ഇന്നത്തെ എന്താ പറയുക വിന്നർ എന്ന പദവി നൽകുന്നത്. കൺഗ്രാജുലേഷൻസ് ചേച്ചി. എനിക്ക് ഈ ചേച്ചീനെ പറ്റി പറയാതിരിക്കാൻ പറ്റില്ല. കാരണം എന്താ ഞാൻ പറയാ, ചേച്ചിയുടെ വീഡിയോ കാണാത്തവർക്ക് വേണ്ടി പറയാണ്. ചേച്ചി ഇവിടെ ദുബായിൽ ഹോം മെയ്ഡ് ആയിട്ട് വന്നിട്ടുള്ള ഒരാളാണ്. അതായത് ഒരു വീട്ടു ജോലിക്ക് വേണ്ടി വന്നിട്ടുള്ളതാണ്. ഇപ്പൊ കുട്ടീനെ നോക്കാൻ വേണ്ടി വന്നത്, പക്ഷെ ഇപ്പൊ വീട്ടിലത്തെ ഒരു അംഗമായിട്ട് മാറിയിരിക്കുകയാണ് ചേച്ചി. വീട്ടിലെ എല്ലാ കുക്കിങ്ങും കാര്യങ്ങളും ചേച്ചിയാണ് ചെയ്യുന്നത്. അപ്പൊ ചേച്ചി വീഡിയോയിൽ പറഞ്ഞ പോലെ ചേച്ചിയുടെ രീതിയിലുള്ള കുക്കിംഗ് ഒക്കെ അറിയെങ്കിൽ പോലും ഒരു വീട്ടിൽ നിൽക്കാൻ വരുമ്പോൾ എല്ലാ തരത്തിലുള്ള ഫുഡ് ഉണ്ടാക്കി കൊടുക്കണ്ടേ. അങ്ങനെയാണ് നമ്മുടെ വിനാസ്കറി വേൾഡിൽ എത്തിപ്പെടുന്നത് ചേച്ചി. ഇപ്പൊ ചേച്ചി വളരെ നന്നായി ഭക്ഷണം ഉണ്ടാക്കുന്നുണ്ട്. അവർക്ക് ഒരുപാട് ഹെൽപ്ഫുൾ ആണ്. അപ്പൊ അവര് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് അത്ഭുതം തോന്നിയിട്ടുള്ള ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല്, ആ ചേച്ചി നിൽക്കുന്ന വീട്ടിലെ അവരുടെ ആ ഒരു മനസ്സിന്റെ വലിപ്പമാണ് എന്നെ കൂടുതൽ അട്രാക്ട് ചെയ്തത്. കാരണം ഇപ്പൊ നമ്മൾ ഒരുപാട് വീട്ടിൽ ജോലിക്ക് നിൽക്കുന്ന ഒരുപാട് പേര് കാണുന്നുണ്ടല്ലോ. അപ്പൊ അവര് ഒരു വളരെ മോശമായി ട്രീറ്റ് ചെയ്യുന്ന ആൾക്കാരുണ്ടാവും, അവസാനം നന്നായി ട്രീറ്റ് ചെയ്യുന്നവരുണ്ട്. പക്ഷെ കൂടുതലും പേരും ആദ്യത്തെ കാറ്റഗറിയിലാണ് ഉൾപ്പെടുന്നത് അല്ലെ. പക്ഷെ ഇവരെന്ന് വെച്ച് കഴിഞ്ഞാല് ആ ചേച്ചീനെ സ്വന്തം ഒരു കൂടപ്പിറപ്പിനെ പോലെ കണ്ട് അവരുടെ ഇഷ്ടങ്ങൾ മനസ്സിലാക്കി അപ്പൊ എന്നെ കാണാൻ അനുവദിക്കുക എന്ന് പറഞ്ഞാൽ തന്നെ വലിയൊരു കാര്യമാണ്. അപ്പൊ അത് കൊണ്ടുവന്നാണ് ചെയ്തത്. അപ്പൊ അവരുടെ പെങ്ങള് അല്ലെ, ചേച്ചി പറഞ്ഞത് അവരാ നിൽക്കുന്ന വീട്ടിലെ അവരുടെ പെങ്ങളുടെ കൂടെയാണ് ആ ചേച്ചി എന്നെ കാണാൻ വന്നിട്ടുണ്ടായിരുന്നത്. അന്ന് പക്ഷെ ഞാൻ ഓർമ്മയുണ്ടായിരുന്നില്ല, ഇത്രയും പേര് എന്നെ കാണാൻ വരുമ്പോൾ ഓർമ്മയുണ്ടായിരുന്നില്ല. പക്ഷെ ചേച്ചി വീഡിയോയിൽ കൂടെ പറഞ്ഞപ്പോഴാണ് എനിക്കത് ശരിക്കും ക്ലിക്ക് ആയത്. അപ്പൊ ശരിക്കും എനിക്ക് ഭയങ്കര അവരോട് ഒരുപാട് ബഹുമാനം തോന്നിപ്പോയി. ഹാറ്റ്സ് ഓഫ്, പറയാതിരിക്കാൻ പറ്റില്ല. അതുപോലെ തന്നെ ചേച്ചിയുടെ ഇങ്ങനെ ഒരു കാര്യം പറഞ്ഞപ്പോൾ അവര് അതിനുള്ള കാര്യങ്ങളൊക്കെ ചെയ്തു കൊടുത്തു, ഷൂട്ട് ചെയ്തു, വീഡിയോ അപ്ലോഡ് ചെയ്തു. അതെല്ലാം ചേച്ചിക്ക് ചെയ്യാൻ അറിയില്ല എന്ന് ചേച്ചി പറഞ്ഞിട്ടുണ്ട്. അപ്പൊ അതെല്ലാ സൗകര്യങ്ങളും ചെയ്തു കൊടുത്തു എന്ന് പറഞ്ഞപ്പോൾ തന്നെ ഒരു വലിയൊരു എന്താ പറയാ, വല്ലാത്തൊരു അപ്രീസിയേഷൻ നിങ്ങൾക്ക് തന്നേ പറ്റുള്ളൂ. അത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. അപ്പോൾ ചേച്ചിയുടെ മനസ്സ് നല്ലതാണ്, അതുപോലെ തന്നെ അവരുടെ മനസ്സ് അതിനേക്കാളേറെ പ്രശംസിക്കണം. അപ്പോൾ ബാക്കി ചേട്ടൻ പറയും, എനിക്ക് ഭയങ്കര ഇമോഷണൽ. അല്ല, പിന്നെ പറഞ്ഞു വരികയാണെങ്കിൽ ഒരു സിംഗിൾ മദർ ആയ ചേച്ചി ഇവിടെ പുറം രാജ്യത്ത് വന്ന് ഇങ്ങനെ പരിചയമില്ലാത്തൊരു ലോകത്ത് ഒരു ഫാമിലിയുടെ കൂടെ നിന്ന് ജീവിതമാർഗം കണ്ടെത്തുക എന്ന് പറഞ്ഞാൽ അത് തന്നെ ഒരു വലിയ ഇൻസ്പിറേഷനാണ്. അതില് കുക്കിംഗ് ഈ കണ്ണൂർക്കാരോ തൃശ്ശൂർക്കാരോ പോലുള്ള കുക്കിംഗ് അറിയാത്തത് കൊണ്ട് അത് ഇത്രയും പ്രായമുള്ള ഒരാള് ടെക്നോളജി നോക്കി യൂട്യൂബ് നോക്കി പഠിച്ച് അത് പ്രാവർത്തികമാക്കി ഇപ്പൊ ആ വീട്ടിലും അപ്പുറത്തെ വീട്ടിലും ഒക്കെ ഉണ്ടാക്കി കൊടുക്കാൻ എന്ന് പറഞ്ഞാൽ അത് ശരിക്കും നമ്മള് ഈ ചാനൽ തുടങ്ങിയത് കൊണ്ട് ആളുകൾക്ക് അവരുടെ ജീവിതത്തിൽ ഉണ്ടാക്കാൻ സാധിക്കുന്ന മാറ്റങ്ങളും അല്ലെങ്കിൽ പുരോഗമനങ്ങളും അത്ര വ്യക്തമാക്കുന്ന ഒരു വീഡിയോ ആണ്. അപ്പൊ വീഡിയോ എന്നുള്ള രീതിയിലോ അതിലെ കഥ എന്നുള്ള രീതിയിലോ അതിലെ മേക്കിംഗ് എന്നുള്ള രീതിയിലോ അല്ല, ഇത് സത്യമാണ്. അതെനിക്ക് അറിയാവുന്ന ഒരു കാര്യമാണ്. ഒന്ന് ഏറ്റവും കൂടുതൽ നമ്മള് വില കൽപ്പിച്ചിരിക്കുന്ന ജെനുവിനിറ്റിക്കാണ്. സത്യമായി പറയുന്നവര് നമ്മള് എപ്പോഴും അപ്രീഷിയേറ്റ് ചെയ്തിട്ടുണ്ട്. അതാണ് കൂടുതൽ വില കൽപ്പിക്കുന്നത് നമ്മള്. അപ്പോൾ ഞാൻ ചേച്ചീനെ അതിനുശേഷം മെസ്സേജ് വിളിച്ചിട്ടുണ്ടായിരുന്നു, സംസാരിച്ചിട്ടുണ്ടായിരുന്നു. തീർച്ചയായിട്ടും ഞാൻ ചേച്ചീനെ കാണാൻ വരുന്നുണ്ട്. അപ്പൊ ചേച്ചി 5 വർഷത്തേക്ക് വേണ്ടിയിട്ടാണ് ദുബായിൽ വന്നിട്ടുണ്ടായിരുന്നത്. അതിപ്പോ ജൂണിലോട് കൂടി ചേച്ചി നാട്ടിൽ തിരിച്ചു പോവാണ്. അപ്പൊ ചേച്ചി വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ചേച്ചി നാട്ടിൽ തിരിച്ചു പോയതിനു ശേഷവും ചേച്ചിക്ക് എന്തെങ്കിലും ചെയ്യണം, ഒരു ചെറിയ എന്താ പറയാ ഹോട്ടലോ അല്ലെങ്കിൽ തട്ടുകടയോ എന്തെങ്കിലുമൊക്കെ ചെയ്യണം. അതൊരു വലിയൊരു കാര്യമല്ലേ. കാരണം ഇപ്പോഴും അവർക്ക് അംബീഷ്യസ് ആണ്, അവര് ഒരുപാട് ആഗ്രഹങ്ങളുണ്ട്. അപ്പൊ നന്നായി ജീവിക്കണം, കുട്ടികളെ നന്നായി വളർത്തണം എന്ന് ഒരുപാട് ആഗ്രഹമുള്ള ഒരു അമ്മയാണ്. അപ്പൊ അതുകൊണ്ടാണ് നാട്ടിൽ പോയാൽ വെറുതെ ഇരിക്കാതെ വീണ്ടും അവർക്ക് ജോലി ചെയ്യണമെന്ന് അവർ പറയുന്നത്. അപ്പോൾ ഫ്യൂച്ചറിൽ നല്ല മംഗളങ്ങളും ഞങ്ങൾ നേരുകയാണ്. തീർച്ചയായിട്ടും ഞങ്ങൾ സപ്പോർട്ട് ഉണ്ടാവും. കാരണം ചേച്ചിനെ പോലുള്ള ആൾക്കാരാണ് നമുക്ക് വേണ്ടത് അല്ലെ. കാരണം സാധാരണ ചിലപ്പോൾ എന്താ ഭർത്താവില്ലാത്ത അല്ലെങ്കിൽ കുട്ടികൾ വളർന്ന് വലുതായി കഴിഞ്ഞാൽ ചില അമ്മമാരിങ്ങനെ വരില്ല. അപ്പൊ അവര് മക്കളുടെ ഫുൾ സപ്പോർട്ട് ഉണ്ടാവും ചേച്ചിക്ക്.
അപ്പോൾ നാട്ടിൽ പോയി കഴിഞ്ഞാൽ ഇതേപോലെ നല്ല രീതിയിൽ മുന്നോട്ട് പോവുക. മക്കളുടെ സപ്പോർട്ട് തീർച്ചയായിട്ടും ചേച്ചിക്ക് ഉണ്ടാവും, ഞങ്ങളുടെ സപ്പോർട്ടും ഉണ്ടാവും. അപ്പോൾ ഈ വീഡിയോ ചെയ്തതിന് ജാനും ഒരുപാട് കടപ്പെട്ടിരിക്കുകയാണ്. കാരണം അപ്പോൾ അതുകൊണ്ടാണ് ചേച്ചിനെ പോലുള്ള ആൾക്കാരെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റിയത് അല്ലേ. പലർക്കും അറിയില്ല. അപ്പോൾ ചേച്ചിനെ പോലുള്ള കുറേ ആൾക്കാർ എനിക്കറിയാം പേഴ്സണലി ആയിട്ട്. ഞാൻ പല സ്ഥലങ്ങളിലും പോകുമ്പോൾ കാണാറുണ്ട്. അപ്പോൾ അവരെൻ്റെ അടുത്ത് വന്ന് പറയും വീണ എനിക്ക് ഒരുപാട് ഇഷ്ടമാണ്, പക്ഷെ ആ ഇഷ്ടം മറ്റുള്ളവരോട് പറയാൻ പറ്റില്ല. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മൊബൈൽ യൂസ് ചെയ്യുന്നത് വീട്ടുകാരെ അറിയാൻ പാടില്ല, മനസ്സിലായില്ല. അങ്ങനത്തെ രീതിയിൽ പോലുള്ള ആൾക്കാർ എനിക്കറിയാം, വീടുകളുണ്ട്. എല്ലാത്തിനും റെസ്ട്രിക്ഷൻസ്, അങ്ങനെ അത് കഴിക്കാൻ പാടില്ല, അല്ലെങ്കിൽ TV കാണാൻ പാടില്ല, ആ റൂമിൽ തന്നെ ഇരിക്കണം, അങ്ങനെ ഒരുപാട് റെസ്ട്രിക്ഷൻസ് ഉള്ള വീടുകളാണ്. നമുക്ക് പേഴ്സണലി പല കാര്യങ്ങളും അറിയാം. അപ്പൊ അങ്ങനത്തെ ഒരു എൻവയോൺമെന്റിലുള്ള പല ആൾക്കാരെ അറിയുമ്പോൾ ഇങ്ങനത്തെ ഒരു ചേച്ചിയും ഇങ്ങനത്തെ ഒരു കുടുംബവും ഉണ്ടെന്ന് പറയുന്നതിൽ ഒരുപാട് സന്തോഷമുണ്ട്. അത് ഒരുപാട് പേർക്ക് മാതൃകയാവേണ്ട കുടുംബമാണെന്നാണ് എനിക്ക് പറയാനുള്ളത്. ഇത്രയും വലിയൊരു കാര്യമാണ് നിങ്ങൾ ചെയ്തിരിക്കുന്നത്. അപ്പോൾ ചേച്ചിക്കാണ് ഇന്നത്തെ ഇൻസ്പിറേഷൻ വീഡിയോയ്ക്കുള്ള പ്രൈസ്. വൺസ് അഗൈൻ കൺഗ്രാറ്റുലേഷൻസ്. 25,000 രൂപയാണ് പ്രൈസ് മണി. അപ്പോൾ ചേച്ചിയുടെ ബാങ്ക് അക്കൗണ്ട് നമ്മുടെ ചേച്ചിയുടെ വീഡിയോന്റെ താഴെ എഴുതുകയാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ചേച്ചിക്ക് ഞങ്ങളത് അയച്ചു തരുന്നതായിരിക്കും അല്ലേ. അപ്പൊ ശരി, ടാറ്റാ, ബൈ ബൈ. പോവാൻ വരട്ടെ. ഒരു കാര്യം കൂടി ഇല്ലേ, ഇന്നത്തെ ഇൻസ്പിറേഷൻ വീഡിയോ അവാർഡ് 2 പേർക്കാണ്. ട്വിസ്റ്റ് ഉണ്ട്, അതല്ലേ രസമല്ലേ അത്. അങ്ങനെയല്ല, കാരണം എനിക്ക് 2 പേര് നന്നായി രണ്ടുപേരും നല്ല കേട്ടോ, ഒരുപാട് പേര് നന്നായി ചെയ്തിട്ടുണ്ട്. പക്ഷെ ഇതിൽ 2 പേരെ നമുക്ക് ഇത് ഇൻസ്പിറേഷൻ കാറ്റഗറിയല്ലല്ലോ നമ്മള് പറഞ്ഞത്. എന്റെ ഒരു കാറ്റഗറിയാ സ്പെഷ്യൽ ജൂറി അവാർഡ്. സ്പെഷ്യൽ ജൂറി അവാർഡ് എന്തായിക്കോട്ടെ. അപ്പൊ അവര് പേര് അനൗൺസ് ചെയ്തോ? സ്പെഷ്യൽ ജൂറി അവാർഡ്. അപ്പൊ സ്പെഷ്യൽ ജൂറി അവാർഡ് കൊടുക്കാൻ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് നമ്മളിങ്ങനെ ഒരേ പാറ്റേണിലുള്ള വീഡിയോസ് കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് പെട്ടെന്ന് ഓടി ചാടി കയറി വന്ന ഒരു വീഡിയോ ആയിരുന്നു ഇത്. അപ്പോൾ അവരുടെ ആദ്യത്തെ വ്ളോഗിന്റെ പേര് വേറെ ആയിരുന്നു, അതായിരുന്നു പക്ഷെ എനിക്ക് കൂടുതൽ ഇഷ്ടം ജാങ്കോ ജീവിതം എന്നായിരുന്നു. സ്ട്രൈക്ക് ചെയ്തൊരു പേരായിരുന്നു. പിന്നെ അവർ പേര് മാറ്റി സൂപ്പർ മാമ. അപ്പോൾ T9 ജേക്കബിനാണ് നമ്മുടെ സ്പെഷ്യൽ ജൂറി അവാർഡ് പോകുന്നത്. അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞ പോലെ തന്നെ ഒരു വെറൈറ്റി ആയിട്ട് അവർ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പൊ ആദ്യമായിട്ട് നമ്മളുടെ ഒരു സ്കിറ്റ് എന്നുള്ള രീതിയിലൊക്കെ വേറെ ഒരു സ്പെഷ്യൽ വിഭാഗം വന്നത് ഇവരുടെ വീഡിയോയിലൂടെയാണ്. അമ്മത്തിൽ കലർന്ന കാര്യങ്ങളാണ് അവർ ചെയ്തിട്ടുണ്ടായിരുന്നത്. നല്ലൊരു നമുക്കൊരു പുഞ്ചിരി സമ്മാനിക്കുന്ന ചെറിയൊരു വീഡിയോ, പക്ഷെ ക്യൂട്ടായിട്ടുള്ള വീഡിയോ നന്നായി ചെയ്തിട്ടുണ്ട്. അതിൽ മോള് അടക്കം നന്നായി അഭിനയിച്ചിട്ടുണ്ട്. അഭിനയിക്കാന്ന് പറയില്ല, കാരണം അത്ര നന്നായിട്ട് ബിഹേവ് ചെയ്തിട്ടുണ്ടെന്ന് വേണമെങ്കിൽ പറയാം. അവർ ഓസ്ട്രേലിയയിലാണ്. അപ്പോൾ അവർക്കാണ് സ്പെഷ്യൽ ജൂറി അവാർഡ് തന്നിരിക്കുന്നത്. അപ്പോൾ 25,000 രൂപ നിങ്ങളുടെ ബാങ്ക് അക്കൗണ്ടിലും വരുന്നതായിരിക്കും. ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ അക്കൗണ്ട് ഡീറ്റെയിൽസ് തരിക. ക്യൂട്ടായി ചെയ്തിട്ടുണ്ട്. ഉള്ള പറഞ്ഞ കാര്യങ്ങൾ ഒട്ടും ലാഗിങ് ഒന്നും ഇല്ലാതെ വളരെ മനോഹരമായി അവതരിപ്പിച്ചിട്ടുണ്ട്. നല്ല ഭാവിയുണ്ട് കേട്ടോ. പിന്നെ രണ്ടാളും വളരെ പോസിറ്റീവ് എനർജി ഉള്ള ആൾക്കാരാണ്. അത് വീഡിയോയില് വളരെ വ്യക്തമാണ്. രണ്ടാൾക്കും ആ പ്രസരിപ്പും ആ സംസാരിക്കുന്നത് കേൾക്കുമ്പോഴും നമുക്കൊരു പോസിറ്റിവിറ്റി തോന്നും. അത് തുടർന്നുള്ള വീഡിയോസിലും നിങ്ങൾ സ്കിറ്റ്സ് പലതും ചെയ്യുമ്പോഴും ആ ഒരു പ്ലസന്റ്നെസ്സും ഒരു പുഞ്ചിരി നമുക്ക് സമ്മാനിച്ച് തീർന്നു പോകുന്ന വീഡിയോസ്, അത് ഓർത്ത് ചിരിക്കാൻ എന്തെങ്കിലും. അപ്പോൾ തുടർന്ന് മുന്നോട്ട് ഇതേപോലെ തന്നെ മുന്നോട്ട് എല്ലാവിധ ആശംസകളും. നിങ്ങൾ തുടർന്ന് വ്ളോഗ്സ് ചെയ്യുന്നതിൽ വളരെ സന്തോഷം. സ്കിറ്റ്സ് ആണ് ഞങ്ങൾക്ക് കൂടുതൽ ഇഷ്ടപ്പെട്ടത്. പിന്നെ നമ്മളെല്ലാം പരീക്ഷിക്കല്ലേ, എക്സ്പെരിമെന്റൽ ഡിസ്കവറി, ഓരോന്നോരോന്നായി പരീക്ഷിച്ച് നമ്മുടേതായ എഴുത്തുകാരുകളും ഫീഡ്ബാക്സും എല്ലാം എടുത്ത് നിങ്ങളുടെ വഴി നിങ്ങൾ കണ്ടെത്തുക. തീർച്ചയായിട്ടും. അപ്പോൾ 2 പേർക്കും വൺസ് അഗൈൻ കൺഗ്രാറ്റുലേഷൻസ്. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോ ആയിട്ട് കാണുന്നവരെ നന്ദി, നമസ്കാരം. താങ്ക് യു, ബൈ.